ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ രീതിയിലും അരിയാം. ഇങ്ങനെ അരിയാം. ഇത് രണ്ടിലും നമുക്ക് ഉപ്പ് ആവശ്യത്തിനിട്ട് ഒന്ന് വിരവി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇരുമ്പിലെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്ത് കോരി എടുക്കണം. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മൂക്കുമ്പോൾ കോര. ഇത് കുറച്ച് ഇതും കൂടെ ഒന്ന് വെക്കാം. ഇങ്ങനെ എല്ലാം വറുത്ത് കോരണം. അടുത്ത സ്റ്റെപ്പും നമ്മളിവിടെ വറുത്ത് കോരയാണ്. ഇതുപോലെ മൊത്തം വറുത്ത് കോരാം. നല്ല ടേസ്റ്റാണ്. വറുത്ത് നോക്കണം വറുത്തിട്ടില്ലാത്തവർ. രണ്ട് തത്തിക്ക് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ചെയ്ത് നോക്കണം. ശീമച്ചക്ക അതായത് കടച്ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഏറ്റവും നല്ല ചിപ്സാണ്. ചിപ്സുകളുടെ രാജാവാണ്. ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.